അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്. പ്രതികൾ പണവും ആഭരണങ്ങളും മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. തട്ടിയെടുത്ത പണം ശുചിമുറിയിൽ സൂക്ഷിക്കുകയും പിന്നീട് പുറത്തേക്ക് കടത്തിയെന്നുമാണ് കണ്ടെത്തൽ. ഉത്തർപ്രദേശ് പോലീസിന്റെയും SITയുടെയും സംയുക്ത അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത്. പ്രതികൾ പണമെണ്ണി തിട്ടപ്പെടുത്തുന്നതിനൊപ്പം വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു. 500 രൂപയുടെ കെട്ടുകൾ തുടർച്ചയായി മോഷ്ടിച്ചു കടത്തി. ക്ഷേത്രത്തിൽ നിന്ന് തട്ടിയെടുത്ത പണം ശുചിമുറിയിൽ സൂക്ഷിച്ച ശേഷം പുറത്തേക്ക് കടത്തിയെന്നാണ് കണ്ടെത്തൽ. പണവും ആഭരണങ്ങളും പ്രതികൾ മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥർ പണം കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തിയില്ല. നോട്ടുകെട്ടുകൾ മാത്രമായി എണ്ണി വൗച്ചറുകൾ നൽകി. മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ പ്രതികൾ ആദ്യം തന്നെ മാറ്റിയിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യാന്തര ഉപാധ്യക്ഷനുമായ ചമ്പത് റായിക്കെതിരെ കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നിരപരാധികൾക്കെതിരെ നടപടിയെടുക്കരുതെന്നും ചമ്പത് റായിയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് അറിയിച്ചു. ചമ്പത് റായിയുടെ വിശ്വസ്തൻ ടിന്നു യാദവ് ഉൾപ്പെടെ അറസ്റ്റിലായ 8 പ്രതികളിൽ നിന്നും തട്ടിപ്പിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാരെ അടക്കം കൂടുതൽ പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. സംഭാവന കൊള്ളയിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.